സൗന്ദര്യം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഐശ്വര്യ റായ് എന്നും ആരാധകർക്ക് അത്ഭുതമാണ്. ഇത്രമാത്രം സൗന്ദര്യം ഒരാൾക്ക് എങ്ങനെ ലഭിച്ചു എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ. ഫാഷൻ ലോകത്തെ ഐക്കണാണ് അന്നും ഇന്നും ഐശ്വര്യ. നടിയുടെ വശ്യഭംഗി പലപ്പോഴും സിനിമകളിലെ കഥാപാത്രങ്ങളിലേക്ക് ഒതുക്കാൻ മാത്രം പറ്റുന്നതായിരുന്നില്ല. അത്രമാത്രം ജ്വലിക്കുന്ന സ്ക്രീൻ പ്രസൻസ് നടിക്കുണ്ട്. ഗ്ലാമറും ഫാഷൻ ട്രെൻഡുകളും കൊണ്ട് എന്നും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഐശ്വര്യ റായ് ബച്ചൻ. എന്നാൽ അടുത്തിടെയായി ഐശ്വര്യ റായിയെ തേടി നിരന്തരം ട്രോളുകളും വിമർശനങ്ങളും മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി വിവാഹമോചനത്തെ പറ്റിയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നതുമായിരുന്നു കഥകൾ പ്രചരിച്ചിരുന്നത്. ഇപ്പോൾ നടിക്കെതിരെ വ്യാപക ബോഡി ഷേമിംഗ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസ് ഫാഷൻ വീക്കിലെ റാംപ് വാക്കിലെ ഐശ്വര്യ റായുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത്. സാധാരണ നടന്നു വന്ന് നമസ്തേ എന്ന ആംഗ്യത്തിലൂടെയാണ് ഐശ്വര്യ റാംപ് വാക്ക് നടത്തിയത്. അതേസമയം നടിയുടെ വസ്ത്രം വളരെ ബോറായി പോയെന്ന കമന്റാണ് ആരാധകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ മേക്കപ്പും ചുവപ്പ് നിറമുള്ള വസ്ത്രവുമായിരുന്നു ഐശ്വര്യ ധരിച്ചത്. മാത്രമല്ല ആഭരണങ്ങൾക്ക് പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. ഇതാണ് ആരാധകരെ ചൊടിപ്പിക്കാൻ കാരണം. നടിക്ക് നല്ലൊരു സ്റ്റൈലിസ്റ്റ് പോലും ഇല്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. ഐശ്വര്യ എന്ത് വേഷമാണ് ധരിച്ചതെന്നാണ് ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത്. അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നതും ഉരുളക്കിഴങ്ങ് ചാക്ക് ധരിക്കുന്നതും എന്തിനാണ്? പകരം ശരീരഭാരം കുറച്ചാൽ പോരെ. കൃത്രിമ സൗന്ദര്യം കൊണ്ട് കാര്യമില്ലെന്ന് ഓരോ നടിമാരും മനസ്സിലാക്കണം. ബോട്ടോക്സും മറ്റും സൗന്ദര്യ ചികിത്സകളും കൊണ്ട് വീർത്ത മുഖത്തേക്കാളും അവളുടെ വാർദ്ധക്യം ഭംഗിയായി കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നിങ്ങനെ നടിയുടെ വസ്ത്രധാരണത്തെ പരിഹസിച്ചുകൊണ്ടാണ് ട്രോളന്മാർ എത്തിയത്. അതേസമയം ട്രോളന്മാരെല്ലാം ചേർന്ന് നിഷേധാത്മക അഭിപ്രായങ്ങളിൽ നിന്നും ഐശ്വര്യയെ മാറ്റി നിർത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം. നടിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും വളരെ സുന്ദരിയാണ്. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും നിർത്തു. ഒരു മനുഷ്യനെന്ന നിലയിൽ അവളെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവൾ ഏറ്റവും മികച്ച സെക്സി ഫിറ്റ്നസ് ഉള്ള ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു. അവളുടെ 50കളിലും അമ്മയായതിനു ശേഷമുള്ള യാത്രയിൽ അവരെ ബഹുമാനിക്കുക. ഓരോ പ്രായത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ദയവായി വാർദ്ധക്യം മാനിക്കണം. അവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലെന്നാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത്.